ടോപ്പ് ട്യൂഷന്റെ ഫിസിക്സ് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 5 ഇലക്ട്രിക് എനർജി കൺസംപ്ഷൻ ആൻഡ് കൺസർവേഷനിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ്? ഇലക്ട്രിക് കറന്റിന്റെ ഹീറ്റിംഗ് എഫക്റ്റ് പറഞ്ഞാൽ എന്താണ്? കണ്ടക്ടറിലൂടെ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്ന സമയത്ത് അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഇതിനെയാണ് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്നത്. ഇത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് വന്നിട്ട് ഇലക്ട്രിക് എനർജിയിൽ നിന്നും ഹീറ്റ് എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ഇപ്പൊ അയൺ ബോക്സ്, അതുപോലെ ഹീറ്റേഴ്സ്, വാട്ടർ ബോയിലേഴ്സ് പോലത്തെ അപ്ലയൻസസ് ഒക്കെ ഈ ഒരു പ്രിൻസിപ്പൾ യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിന്റെ എമൗണ്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ജൂൾസ് ലോ വെച്ചിട്ടാണ്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. The heating effect of electric current is the production of heat when electricity flows through a conductor. This happens because the resistance of the conductor converts electrical energy into heat energy. Appliances like electric irons, heaters, and water boilers work on this principle. The amount of heat produced is explained by Joule's law. Question: what is Joule's law? Joule's law പറഞ്ഞാൽ എന്താണ്? ജൂൾസ് ലോ എന്താ സ്റ്റേറ്റ് ചെയ്യുന്ന വെച്ചാൽ ഇലക്ട്രിക് കറന്റ് മൂലം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത് കറന്റിന്റെ സ്ക്വയറിനും അതുപോലെ തന്നെ റെസിസ്റ്റൻസിനും കറന്റ് ഫ്ലോന്റെ ടൈമിനും പ്രപ്പോർഷണൽ ആണെന്നാണ്. അപ്പൊ നമുക്ക് ഫോർമുല എങ്ങനെ എഴുതാൻ വെച്ചാൽ H=I²RT എന്നാണ്. ഇവിടെ I പറയുന്നത് കറന്റും, R പറയുന്നത് റെസിസ്റ്റൻസും, T പറയുന്നത് ടൈമുമാണ്. അപ്പൊ ഇതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറന്റ് ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് പറയുന്നത് 4 ഇരട്ടി ആയിരിക്കും എന്നാണ്. അതുപോലെ ഹീറ്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ജൂൾസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ an electric current is proportional to the square of current, resistance and the time the current flows. The formula is H=I²RT. This means if you double the current, the heat produced increases by 4 times. The unit of heat is joule, that is J. Question: what are the properties of a good heating element? Good heating elementന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ഇപ്പോൾ ഒരു ഗുഡ് ഹീറ്റിംഗ് എലമെന്റിന് കുറെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഹൈ റെസിസ്റ്റിവിറ്റി വേണം. അത് മാത്രമല്ല ഒരു ഹൈ ടെമ്പറേച്ചറിൽ ഇത് മെൽറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് ഹൈ മെൽറ്റിംഗ് പോയിന്റ് മസ്റ്റ് ആണ്. പിന്നെ നമ്മൾ ഈ ഹോട്ട് ചെയ്യുന്ന സമയത്ത് എയറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ ഡാമേജ് ഒന്നും വരാതിരിക്കാൻ അതിന് ഹൈ റെസിസ്റ്റൻസ് പവർ വേണം. അപ്പൊ ഈ ക്വാളിറ്റീസ് അല്ലെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടീസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് നിക്രോം എന്ന് പറയുന്നത്. അപ്പൊ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. എ ഗുഡ് ഹീറ്റിംഗ് എലമെന്റ് മസ്റ്റ് ഹാവ് ഹൈ റെസിസ്റ്റിവിറ്റി ടു പ്രൊഡ്യൂസ് എ ലോട്ട് ഓഫ് ഹീറ്റ്. ഇറ്റ് മസ്റ്റ് ഹാവ് എ ഹൈ മെൽറ്റിംഗ് പോയിന്റ് സോ ഇറ്റ് ഡസ് നോട്ട് മെൽറ്റ് അറ്റ് ഹൈ ടെമ്പറേച്ചേഴ്സ്. It should have high resistance to oxidation so it doesn't get damaged by reacting with air when hot. Nichrome is a material that has all these properties. Question: what is electric power? Electric power പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രിക്കൽ അപ്ലയൻസസ് എനർജി കൺസ്യൂം ചെയ്യുന്ന റേറ്റിനെയാണ് ഇലക്ട്രിക് പവർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ വാട്ട്സിലാണ് മെഷർ ചെയ്യുന്നത്. ഈ ഒരു പവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് P=VI എന്ന ഫോർമുല യൂസ് ചെയ്തിട്ടാണ്. ഇവിടെ V എന്ന് പറയുന്നത് വോൾട്ടേജും I പറയുന്നത് കറന്റുമാണ്. അപ്പോൾ ഒരു അപ്ലയൻസ് കൂടുതൽ പവർ റേറ്റിംഗ് കാണിക്കുന്നുണ്ടെങ്കിൽ അത് പെർ സെക്കൻഡിൽ കൂടുതൽ എനർജി യൂസ് ചെയ്യേണ്ടെന്നാണ് അർത്ഥം. അപ്പൊ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Electric power is the rate at which an electrical appliance consumes energy. It is measured in watts. Power can be calculated using the formula P=VI, where V is voltage and I is current. An appliance with a higher power rating uses more energy per second. Question: what is a kilowatt hour? Kilowatt hour പറഞ്ഞാൽ എന്താണ്? കിലോവാട്ട് ഹവർ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എനർജിന്റെ കമേഴ്ഷ്യൽ യൂണിറ്റ് ആണ്. ഇതെന്ന് പറയുന്നത് ഒരു മണിക്കൂറിൽ 1000 വാട്ടിലുള്ള അപ്ലയൻസ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അവിടെ കൺസ്യൂം ചെയ്യുന്ന എമൗണ്ട് ഓഫ് എനർജിയാണ്. ഇപ്പൊ നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് കിലോവാട്ട് ഹവർ അല്ലെങ്കിൽ യൂണിറ്റ്സ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരു കിലോവാട്ട് ഹവർ എന്ന് പറയുന്നത് 3.6 മില്യൺ ജൂൾസ് ആണ്. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. A kilowatt hour is the commercial unit of electrical energy. It is the amount of energy consumed by a 1000 watt appliance operating for 1 hour.
Our electricity bills are calculated based on the number of kilowatt hour or units we consume. 1 kilowatt hour equal to 3.6 million joules. Question: How do solar panels work? Solar panels എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇപ്പോൾ സോളാർ പാനൽസ് എന്ന് പറയുന്നത് കുറേ സോളാർ സെൽസ് ഒരുമിച്ച് കണക്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ്. ഈ സോളാർ സെൽസ് വന്നിട്ട് സൺലൈറ്റിൽ നിന്നും വരുന്ന എനർജീനെ ഡയറക്റ്റ് ആയിട്ട് ഇലക്ട്രിക്കൽ എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സിനെ ഫോട്ടോ വോൾട്ടേക് എഫക്റ്റ് എന്നാണ് പറയാറ്. അപ്പോൾ ഈ സോളാർ പാനൽസ് വന്നിട്ട് ക്ലീനും റിന്യൂവബിൾ ആയിട്ടുള്ള സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Solar panels are made of many solar cells connected together. These solar cells convert the energy from sunlight directly into electrical energy. This process is called the photovoltaic effect. Solar panels provide a clean and renewable source of electricity. കൊടുക്കും തോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. Question: What is a carbon footprint? കാർബൺ ഫുട് പ്രിന്റ് പറഞ്ഞാൽ എന്താണ്? കാർബൺ ഫുട് പ്രിന്റ് എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സിന്റെ ആക്ടിവിറ്റീസിന്റെ മൂലം അറ്റ്മോസ്ഫിയറിലോട്ട് റിലീസ് ചെയ്യുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ ടോട്ടൽ എമൗണ്ട് ആണ്. അപ്പൊ ഇത് മെഷർ ചെയ്യുന്നത് ടൺസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡിന് ഈക്വലന്റ് ആയിട്ടാണ്. അപ്പൊ നമ്മുടെ ഗ്ലോബൽ വാർമിംഗിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യണമെങ്കിൽ ഈ കാർബൺ ഫുട് പ്രിന്റ് റെഡ്യൂസ് ചെയ്യുക എന്നത് എസെൻഷ്യൽ ആണ്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. A carbon footprint is the total amount of greenhouse gases released into the atmosphere as a result of an individual's, organization's, or product's activities. It is a measure of our impact on the environment and climate change. It is usually measured in equivalent tons of carbon dioxide. Reducing our carbon footprint is essential to fight global warming. Question: How can we reduce our electricity bill? നമുക്ക് എങ്ങനെ നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് റെഡ്യൂസ് ചെയ്യാൻ കഴിയും? ഇപ്പോൾ കുറച്ച് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ട് നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് റെഡ്യൂസ് ചെയ്യാൻ കഴിയും. അത് മാത്രമല്ല, ഇപ്പോൾ അപ്ലയൻസസും ലൈറ്റ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അത് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ വന്നിട്ട് ഹൈ സ്റ്റാർ റേറ്റിംഗ്സിലുള്ള എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള അപ്ലയൻസസ് ഒക്കെ യൂസ് ചെയ്യാം. ഇനി നമുക്ക് ടൈം ഓഫ് ഡേ ബില്ലിംഗ് ഉണ്ടെങ്കിൽ, TOD ബില്ലിംഗ് ഉണ്ടെങ്കിൽ ഓഫ് പീക്ക് ഹവേഴ്സിൽ ഹൈ പവർ അപ്ലയൻസസ് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. We can reduce our electricity bill by using less electricity. Switch off lights and appliances when they are not in use. Use energy efficient appliances with high star ratings. If you have time of day billing, use high power appliances during off-peak hours. Question: What is the energy crisis? Energy crisis പറഞ്ഞാൽ എന്താണ്? അവൈലബിൾ ആയിട്ടുള്ള സപ്ലൈനേക്കാളും എനർജിയുടെ ഡിമാൻഡ് കൂടുന്ന സിറ്റുവേഷനെയാണ് എനർജി ക്രൈസിസ് എന്ന് പറയുന്നത്. ഇത് പവർ ഷോർട്ടേജസ്, അതുപോലെ തന്നെ ലോഡ് ഷെഡിങ്, പവർ കട്ട്സിനൊക്കെ കാരണമാകും. ഇതിന്റെ മേജർ കോസ് എന്ന് പറയുന്നത്, എനർജി ക്രൈസിസ് ഉണ്ടാവാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് പോപ്പുലേഷൻ ഇൻക്രീസിങ്ങും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയലൈസേഷനും ആണ്. അപ്പൊ ഇതിനുള്ള കീ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് എനർജി കൺസർവേഷനും അതുപോലെ തന്നെ റിന്യൂവബിൾ സോഴ്സസ് യൂസ് ചെയ്യുക എന്നാണ്. അപ്പോൾ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The energy crisis is a situation where the demand for energy is greater than the available supply. This can lead to power shortages, power cuts, and load shedding. The increasing population and industrialization are major causes of the energy crisis. Conserving energy and using renewable sources are key solutions. Question: What is resistivity? Resistivity പറഞ്ഞാൽ എന്താണ്? റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു മെറ്റീരിയലിന്റെ ഫണ്ടമെന്റൽ പ്രോപ്പർട്ടി ആണ്. അപ്പൊ ഇതിനകത്ത് ഈ ഒരു മെറ്റീരിയൽ ഇലക്ട്രിക് കറന്റിനോട് എത്ര സ്ട്രോങ് ആയിട്ട് റെസിസ്റ്റ് ചെയ്യുന്നു എന്നതാണ് മെഷർ ചെയ്യുന്നത്. ഇപ്പൊ ലോ റെസിസ്റ്റിവിറ്റി ഉള്ള മെറ്റീരിയൽസ്, അതായത് കോപ്പർ പോലെയുള്ള മെറ്റീരിയൽസ് ഗുഡ് കണ്ടക്ടേഴ്സ് ആണ്. അതേസമയം നിക്രോം പോലെയുള്ള ഹൈ റെസിസ്റ്റിവിറ്റി ഉള്ള മെറ്റീരിയൽസ് വന്നിട്ട് ഹീറ്റിംഗ് എലമെന്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ നല്ലതാണ്. ഈ റെസിസ്റ്റിവിറ്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം മീറ്റർ ആണ്. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Resistivity is a fundamental property of a material that measures how strongly it resists electric current. Materials with low resistivity like copper are good conductors. Materials with high resistivity like nichrome are good for making heating elements. The unit of resistivity is the ohm meter.
ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ്? ഇലക്ട്രിക് കറന്റിന്റെ എഫക്ട്സ് എന്തൊക്കെയാണ്? ഇപ്പൊ ഇലക്ട്രിക് കറന്റിന് കുറെ എഫക്ട്സ് ഉണ്ട്. അതിൽ ആദ്യത്തെ പറയുന്നത് ഹീറ്റിംഗ് എഫക്റ്റ് ആണ്. ഇത് ഹീറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക് ഹീറ്ററിലൊക്കെയാണ്. പിന്നെ വരുന്നത് മാഗ്നറ്റിക് എഫക്റ്റ് ആണ്. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക് മോട്ടോഴ്സിലാണ്. പിന്നെ വരുന്നത് കെമിക്കൽ എഫക്റ്റ് ആണ്. ഇതിനകത്ത് കെമിക്കൽ റിയാക്ഷൻസ് ആണ് കോസ് ചെയ്യുന്നത്. ഇത് ഇലക്ട്രോപ്ലേറ്റിംഗിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് വരുന്ന എഫക്റ്റ് എന്ന് പറയുന്നത് ലൈറ്റ്നിങ് എഫക്റ്റ് ആണ്. ഇവിടെ ലൈറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് LED ബൾബിലേക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. Electric current has several effects. The heating effect produces heat as seen in an electric heater. The magnetic effect produces a magnetic field which is used in electric motors. The chemical effect can cause chemical reactions used in electroplating. The lightning effect produces light as in an LED bulb. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചെറിയ ബാച്ച് സൈസിലുള്ള ട്യൂഷൻ ക്ലാസുകളിലൂടെ മികച്ച വിജയം നേടാൻ ഇന്ന് തന്നെ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ജോയിൻ ചെയ്യൂ. Question, what is the rooftop power project? Rooftop power project പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ റൂഫ് പവർ പ്രൊജക്ട് എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് സ്കീമാണ്. ഇതിനകത്ത് ഹൗസസിന്റെയും ബിൽഡിങ്സിന്റെ ഒക്കെ റൂഫ് ടോപ്പിൽ സോളാർ പാനൽസിന്റെ ഇൻസ്റ്റലേഷൻ ആണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇത് ഇൻഡിവിജ്വൽസിന് അതിൻ്റെതായ ക്ലീൻ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ അലോ ചെയ്യുന്നു. ഇനി ഇവിടെ വരുന്ന എക്സസ് ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി ഇത് തിരിച്ച് പവർ ഗ്രിഡിലോട്ട് സെല്ല് ചെയ്യാനും നമുക്ക് പറ്റും. ഇത് പവർ ഗ്രിഡിലുള്ള ലോഡ് റെഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ റിന്യൂവബിൾ എനർജി പ്രൊമോട്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The rooftop power project is a government scheme to promote the installation of solar panels on the rooftops of houses and buildings. It allows individuals to generate their own clean electricity. Any excess electricity generated can be sold back to the power grid. This helps to reduce the load on the power grid and promotes renewable energy. Question, what is the difference between power in watts and volt amperes? Power in watts ഉം വോൾട്ട് ആംപിയറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇപ്പൊ വാട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ അപ്ലയൻസസ് കൺസ്യൂം ചെയ്യുന്ന ആക്ച്വൽ അല്ലെങ്കിൽ റിയൽ പവർ ആണ് മെഷർ ചെയ്യുന്നത്. അതേസമയം വോൾട്ട് ആംപിയേഴ്സ് വന്നിട്ട് അപ്പാരന്റ് പവർ ആണ് മെഷർ ചെയ്യുന്നത്. അതായത് ടോട്ടൽ പവർ നമ്മൾ സർക്യൂട്ടിന് എത്രയാണോ സപ്ലൈ ചെയ്യുന്നത് അതാണ് മെഷർ ചെയ്യുന്നത്. ഇപ്പോൾ ഹീറ്റർ പോലെയുള്ള സിമ്പിൾ റെസിസ്റ്റീവ് ലോഡ്സ് എടുത്തു കഴിഞ്ഞാൽ അവിടെ വാട്ടും അതുപോലെ തന്നെ വോൾട്ട് ആംപിയറും സെയിം ആയിരിക്കും. അതേസമയം മോട്ടോഴ്സ് പോലെയുള്ള ഡിവൈസ് എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്. വോൾട്ട് ആംപിയർ ആയിരിക്കും വാട്ടിനെക്കാളും ഹയർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. വാട്ട്സ് മെഷർ ദ ആക്ച്വൽ ഓർ റിയൽ പവർ കൺസ്യൂംഡ് ബൈ an appliance. Volt amperes measure the apparent power, which is the total power supplied to a circuit. For simple resistive loads like a heater, W and VA, that is watt and volt amperes, are the same. For devices like motors, there is a difference, and volt ampere is usually higher than watt. Question, how much energy in joules is 1 kilowatt hour? ജൂൾസിൽ എത്ര എനർജിയാണ് 1 കിലോവാട്ട് ഹവർ? 1 കിലോവാട്ട് ഹവർ എന്ന് പറയുന്നത് 1 ഹവറിൽ 1 കിലോ വാട്ട്സ് അപ്ലയൻസ് യൂസ് ചെയ്യുന്ന എനർജിയാണ്. അതായത് 1 കിലോ വാട്ട്സ് എന്ന് പറയുന്നത് 1000 വാട്ട്സ് ആണ്. അതുപോലെ 1 ഹവർ എന്ന് പറയുന്നത് 3600 സെക്കൻഡ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ 1 കിലോ വാട്ട് ഹവർ എന്ന് പറയുന്നത് 1000 വാട്ട് ഇൻറ്റു 3600 സെക്കൻഡ്സ് ആണ് വരിക. അതായത് 36 ലാക്ക് ജൂൾസ് ആണ് 1 കിലോ വാട്ട് ഹവർ എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് ഷോർട്ട് ആക്കി എഴുതാം 3.6 ഇൻറ്റു 10⁶ ജൂൾ എന്ന്. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. 1 kilowatt hour is the energy used by a 1 kilowatts appliance for 1 hour. 1 kilowatts equal to 1000 watts and 1 hour equal to 3600 seconds. So 1 kilowatt hour equal to 1000 watts into 3600 seconds. This equals 36 lakh joules or 3.6 into 10⁶ joules. Question, what is load shedding? Load shedding പറഞ്ഞാൽ എന്താണ്? പവർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന്റെ പാർട്ട് അല്ലെങ്കിൽ പാർട്സിലുള്ള ഇലക്ട്രിക് പവർ ഷട്ട് ഡൗൺ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ലോഡ് ഷെഡിങ് എന്ന് പറയുന്നത്. ഇത് വന്നിട്ട് സപ്ലൈന്റെ കപ്പാസിറ്റിനേക്കാളും കൂടുതൽ ഇലക്ട്രിസിറ്റി ഡിമാൻഡ് വരുന്ന സമയത്ത് എൻറ്റയർ സിസ്റ്റം ഫെയിലിയർ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇലക്ട്രിസിറ്റി കമ്പനീസ് ആണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഇതുമൂലം എനർജി ക്രൈസിസ് പ്രിവെന്റ് ചെയ്യാനും അതുപോലെ തന്നെ ടോട്ടൽ ബ്ലാക്ക് ഔട്ട് അവോയ്ഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം.
Load shedding is the deliberate shutdown of electric power in a part or parts of a power distribution system. It is done by electricity companies to prevent the failure of the entire system when the demand for electricity exceeds the supply capacity. It is a last resort measure to deal with an energy crisis. It helps to avoid a total blackout. Question: What is the formula for calculating electric power? Electric power calculate ചെയ്യാനുള്ള ഫോർമുല എന്താണ്? ഇപ്പോൾ ഇലക്ട്രിക് പവർ നമുക്ക് പല രീതിയിലും കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അതിന്റെ ബേസിക് ഫോർമുല എന്ന് പറയുന്നത് P ഈക്വൽ ടു V ഇൻറ്റു I ആണ്. അപ്പോൾ V പറയുന്നത് വോൾട്ടേജ്, I പറയുന്നത് കറന്റ്, P പറയുന്നത് പവർ. അപ്പോൾ നമുക്ക് ഓംസ് ലോ അറിയാം, V ഈക്വൽ ടു I ഇൻറ്റു R. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് പവർ കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് വിന്റെ സ്ഥാനത്ത് നമുക്ക് IR കൊടുക്കാം. അതായത് I ഇൻറ്റു R ഇൻറ്റു I ആണ് വരുന്നത്. അപ്പോൾ 2I വരുന്നതുകൊണ്ട് അത് I² ആവും, പിന്നെ വരുന്നത് R. അപ്പോൾ ഇങ്ങനെ നമുക്ക് പവർ കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് P ഈക്വൽ ടു V² ബൈ R ആണ്. Subscribe to this channel for more videos like this. Question: How does a watt hour meter measure energy? എങ്ങനെയാണ് വാട്ട് അവർ മീറ്റർ എനർജി മെഷർ ചെയ്യുന്നത്? ഇപ്പോൾ ഒരു വാട്ട് ഹവർ മീറ്റർ വന്നിട്ട് ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ കൺസ്യൂം ചെയ്ത ഇലക്ട്രിക്കൽ എനർജീൻ്റെ ടോട്ടൽ എമൗണ്ട് ആണ് മെഷർ ചെയ്യുന്നത്. ഇവിടെ പവറും ടൈമും ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇനി ഓൾഡ് മീറ്റേഴ്സ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു സ്പിന്നിങ് ഡിസ്ക് ഉണ്ടാവും. ഈ ഡിസ്കിന്റെ സ്പീഡ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന പവറിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇനി മോഡേൺ ഡിജിറ്റൽ മീറ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അവരുടെ പവർ ഇലക്ട്രോണിക്കലി ആണ് മെഷർ ചെയ്യുന്നത്. എന്നിട്ട് ടോട്ടൽ എനർജി വന്നിട്ട് കിലോ വാട്ട് ഹവറിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. എ വാട്ട് അവർ മീറ്റർ മെഷേഴ്സ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂംഡ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ പവർ കൺസ്യൂംഡ് വിത്ത് റെസ്പെക്ട് ടു ടൈം. Older meters had a spinning disk whose speed was proportional to the power being used. Modern digital meters measures the power electronically and displays the total energy in kilowatt hour. Question: Why should we reduce our carbon footprint? എന്തുകൊണ്ടാണ് കാർബൺ ഫുട് പ്രിന്റ് റെഡ്യൂസ് ചെയ്യണമെന്ന് പറയുന്നത്? ഇപ്പോൾ കാർബൺ ഫുട് പ്രിന്റ് എന്ന് പറയുന്നത് നമ്മൾ അറ്റ്മോസ്ഫിയറിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമൗണ്ട് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ഒരു ഗ്യാസസ് വന്നിട്ട് ഹീറ്റിനെ ട്രാപ്പ് ചെയ്യുകയും അതുപോലെ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഒരു കാർബൺ ഫുട് പ്രിന്റ് റെഡ്യൂസ് ചെയ്യുന്നത് മൂലം ക്ലൈമറ്റ് ചേഞ്ചിനെ അഗെയിൻസ്റ്റ് നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഫ്യൂച്ചർ ജനറേഷൻസിന് വേണ്ടിയിട്ട് നമ്മുടെ പ്ലാനറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാനും ഈ ഫുട് പ്രിന്റ് റിഡക്ഷൻ ഹെൽപ്പ് ചെയ്യും. അപ്പം ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Reducing our carbon footprint is essential to fight climate change. Our carbon footprint represents the amount of greenhouse gases we contribute to the atmosphere. These gases trap heat and cause global warming. By reducing our footprint, we help to protect the planet for future generations. Question: What are the main sources of energy crisis? Energy crisis in the main sources എന്തൊക്കെയാണ്? ഇപ്പോൾ എനർജി ക്രൈസിസ് കോസ് ചെയ്യുന്നത് പോപ്പുലേഷൻ ഗ്രോത്തും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഇൻക്രീസ് മൂലമാണ്. ഇത് എനർജി ഡിമാൻഡ് കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ എനർജി ഡിമാൻഡ് കൂടുന്തോറും അതിനനുസരിച്ചുള്ള ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ കുറയുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഗ്യാപ്പ്, അതായത് ഡിമാൻഡിൻ്റെയും സപ്ലൈൻ്റെയും ഇടയിലുള്ള ഈ ഒരു ഗ്യാപ്പാണ് എനർജി ക്രൈസിസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The energy crisis is caused by a growing population and increasing industrialization, which raises the demand for energy. At the same time, the supply of traditional energy sources like fossil fuels is limited. The production of electricity cannot always keep up with the fast growing demand. This gap between demand and supply leads to an energy crisis. Question: What is the benefit of using LED bulbs? LED bulbs യൂസ് ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഇപ്പോൾ LED ബൾബ്സ് വന്നിട്ട് ട്രഡീഷണൽ ആയിട്ടുള്ള ഇൻകാൻഡൻസെന്റ് ബൾബിനേക്കാളും കൂടുതൽ എനർജി എഫിഷ്യൻ്റ് ആണ്. അതായത് സെയിം എമൗണ്ട് ഓഫ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് LED ബൾബ്സ് 80% ലെസ് ഇലക്ട്രിസിറ്റി ആണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ലൈഫ് സ്പാനും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എനർജി സേവ് ചെയ്യാനും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബില്ല് റെഡ്യൂസ് ചെയ്യാനുള്ള സിമ്പിളും എഫക്റ്റീവ് ആയിട്ടുള്ള വേ എന്ന് പറയുന്നത് LED ലൈറ്റിംഗ് യൂസ് ചെയ്യുക എന്നാണ്. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. LED bulbs are much more energy efficient than traditional incandescent bulbs. They use up to 80% less electricity to produce the same amount of light. They also have a much longer lifespan. Switching to LED lighting is a simple and effective way to save energy and reduce electricity bills.
Question: Why is nichrome used in heating appliances? Heating appliances എന്തുകൊണ്ടാണ് nichrome യൂസ് ചെയ്യുന്നത്? ഇപ്പൊ നിക്രോമിന് ഹൈ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസും അതുപോലെ ഹൈ മെൽറ്റിംഗ് പോയിന്റും ഉണ്ട്. അത് മാത്രമല്ല ഹൈ ടെമ്പറേച്ചേഴ്സിൽ ഓക്സിജനുമായിട്ട് കോണ്ടാക്ട് വരുന്ന സമയത്ത് ഇത് ഡാമേജ് വരാതിരിക്കാൻ ഇതിന്റെ മേലെ ഓക്സൈഡിന്റെ ഒരു പ്രൊട്ടക്റ്റീവ് ലെയറും കൂടിയുണ്ട്. അപ്പൊ ഇത്രയും പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ടാണ് നിക്രോമിന് ഹീറ്റിംഗ് അപ്ലയൻസസിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Nichrome is used because it has a unique combination of properties. It has a very high electrical resistance, which is necessary to produce a lot of heat. It has a high melting point, so it can get red hot without melting. It forms a protective layer of oxide on its surface that prevents it from getting damaged by oxygen at high temperatures. Next, നമ്മൾ പഠിക്കാൻ പോകുന്നത് one word questions അല്ലെങ്കിൽ fill in the blanks type questionsകളാണ്. Question: The effect of electric current that produces heat is called the dash effect. Answer: heating. Next question: The law that describes the heat produced in a conductor is dash law. Answer: Joule's law. Next question: The material commonly used to make heating elements is dash. Answer: nichrome. Next question: The rate at which an appliance uses energy is called its dash. Answer: power. Next question: The unit of electric power is the dash. Answer: watt. Next question: The commercial unit of electrical energy is the dash. Answer: kilowatt hour. Next question: A device that converts sunlight into electricity is a dash. Answer: solar cell. Next question: The total amount of greenhouse gases emitted by our actions is our dash. Answer: carbon footprint. Next question: A situation where energy demand exceeds supply is called an energy dash. Answer: crisis. Next question: The property of a material that opposes the flow of current is dash. Answer: resistance. Next question: A safety device that breaks the circuit when the current is too high is a dash. Answer: fuse. Next question: Appliances with higher dash star ratings are more energy efficient. Answer: energy. Next question: A system that charges different electricity rates at different times of the day is dash billing. Answer: time of day or TOD billing. Next question: The world's first airport to run completely on solar power is in dash. Answer: Cochin. Next question: The formula to calculate heat produced is H equal to dash. Answer: I square RT. Next question: The unit of resistance is the dash. Answer: ohm. Next question: An appliance that uses a magnetic field to heat cookware is a dash cooker. Answer: induction cooker. Next question: Using living organisms to clean up pollution is called dash. Answer: bioremediation. Next question: A variable resistor used in experiments is a dash. Answer: rheostat. Last question: The burning of dash fuels is a major cause of global warming. Answer: fossil fuels. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.